ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ മാർക്കറ്റിലേക്ക് പോവുകയാണ് പച്ചക്കറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടുത്തെ ലക്നൗത്തെ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇവിടുത്തെ മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നിലത്തൊക്കെ ഇരുന്നിട്ട് ആണ് കച്ചവടം ചെയ്യുക. പിന്നെ അതേമാതിരി പലതരം പച്ചക്കറികളുണ്ടാവും. അതൊക്കെ സീസൺ അനുസരിച്ചിട്ടാവും ഇവിടെ ഉണ്ടാവുക. അതേമാതിരി പലതരം ഫ്രൂട്ട്സ് കിട്ടും. അതും സീസൺ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ ഫ്രൂട്ട്സിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ അടയ്ക്കപ്പഴമാണ് കാണപ്പെടുന്നത്. പേരയ്ക്കാന്ന് പറയും പല ആൾക്കാരും. ഞങ്ങൾ അടയ്ക്കപ്പഴം എന്നാണ് കേട്ടോ പറയാറ്. അതേമാതിരി തന്നെ സബർജിലും പിന്നെ ആപ്പിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് കുറച്ച് ആഴ്ചകൾ മുന്നേ ഫുള്ള് മാങ്ങയായിരുന്നു. പലതരം വെറൈറ്റിയിലുള്ള മാങ്ങകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മാങ്ങേൻ്റെ സീസൺ കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ആപ്പിള് അതേമാതിരി കുറച്ചൊക്കെ നമ്മൾ ഉറുമാമ്പഴം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സബർജിൽ വന്നിട്ടുണ്ട്. സബർജിലൊക്കെ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ മൂസമ്പി വന്നിട്ടുണ്ട്. മൂസമ്പി നല്ല പച്ച കളറായിട്ടുള്ളൂ. നന്നായിട്ട് നമ്മുടെ നാട്ടിലത്തെ മാതിരി ഇങ്ങനെ ഓറഞ്ച് കളറൊന്നായി വന്നിട്ടില്ല. എനിക്ക് ഇവിടുത്തെ മാർക്കറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കുക. അതിനുള്ള അവസരം ഇവരെല്ലാവരും തരും കേട്ടോ നമുക്ക്. അതേമാതിരി നമുക്ക് ബാർഗൻ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറച്ച് വിലയൊക്കെ കുറച്ചെടുക്കാനും നമുക്ക് കഴിയും. പിന്നെ കുറേ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഉള്ള കാരണത്താൽ തന്നെ നമുക്ക് ഏതൊക്കെ വാങ്ങണ്ടേന്ന് കൺഫ്യൂഷനായി പോകും പല സമയങ്ങളിലും. ഞങ്ങൾ കുറച്ച് പച്ചക്കറി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. പക്ഷേ നമുക്കിങ്ങനെ ഒന്നിച്ച് കുറേ പച്ചക്കറി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പച്ചക്കറിയും നമുക്ക് വാങ്ങാൻ തോന്നും. കാരണം എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മാർക്കറ്റിൽ നമ്മളെ അവിടുത്തെ വെള്ളരിക്കയും കുമ്പളങ്ങയും കിട്ടില്ല. ബാക്കി എല്ലാ സാധനവും ഇത് കണ്ടോ, ചേമ്പുകൾ, കുഞ്ഞു ചേമ്പുകളൊക്കെ കിടക്കുന്നുണ്ട്. പടവലങ്ങ, കയ്പ്പയ്ക്ക, എല്ലാ സാധനങ്ങളും. അതേമാതിരി നമ്മുടെ കോഴയ്ക്ക, എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. മത്തൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നമ്മളൊരു 500 രൂപയ്ക്ക് വാങ്ങണ പച്ചക്കറിക്ക് ഇവിടെ അതിൻ്റെ ഇരട്ടിക്ക് നമുക്ക് പച്ചക്കറി കിട്ടും 500 രൂപയ്ക്കാണെന്നുണ്ടെങ്കിലും. കാരണം ഇവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഇപ്പോൾ ചൂടിൻ്റെ സീസണായ കാരണത്താൽ കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് പച്ചക്കറിക്കും സാധനങ്ങൾക്കൊക്കെ. കുറച്ച് മുന്നേ ഞങ്ങൾ വന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തണുപ്പ് ടൈമിലാണ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നത്. അന്നേരത്ത് വളരെ ചീപ്പായിരുന്നു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ. അതേമാതിരി പലതരം ഇലകളുണ്ടായിരുന്നു. ബ്രോക്കോളി ഉണ്ടായിരുന്നു, അതേമാതിരി കോളിഫ്ലവർ, ക്യാബേജ്, അതേമാതിരി ലെറ്റ്യൂസ്, അങ്ങനെ പല വെറൈറ്റി ഇലകൾ. ഇവർ പല ഇലകളും കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. ഇന്ന് തന്നെ ഞാൻ ഈ മാർക്കറ്റിൽ കണ്ടു നമ്മളെ ചേമ്പിൻ്റെ വലിയ ഇലയല്ലേ, ആ ഇലയൊക്കെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരത് കഴിക്കുന്നുണ്ടാവും. അതേമാതിരി ഇവിടെ പാലക് ചീരൻ്റെ ഉണ്ട്. അതേമാതിരി സോയാബീൻ്റെ ഇല കണ്ടു. അതേമാതിരി ഞാൻ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു വെറൈറ്റി സാധനം കണ്ടിട്ടുണ്ട്. ഈ നമ്മുടെ താമരേൻ്റെ തണ്ട്, അത് ഇവരിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെന്താ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ 2-3 വട്ടം ഈ മാർക്കറ്റിൽ വന്നപ്പോൾ നോട്ടീസ് ചെയ്ത സാധനമാണത്. ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഞങ്ങൾ കൂടുതലായിട്ട് കണ്ടത് വെണ്ടയ്ക്ക്, അതേമാതിരി നമ്മുടെ കോഴയ്ക്കൊക്കെയാണ് കണ്ടത്. ഞങ്ങൾ ശരിക്കും കുറച്ച് ഉള്ളി, കിഴങ്ങ്, തക്കാളി, അതേമാതിരി കറിക്ക് എന്തെങ്കിലും അല്ലാതെ ഉപ്പേരിക്ക് എന്തെങ്കിലും അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ വന്നപ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും വാങ്ങാമെന്നുള്ളൊരു രീതിയിലായിപ്പോയി. ഇത് കണ്ടോ, നമ്മളെ നാട്ടിലത്തെ ചക്ക. ഇവിടെയുള്ള ആൾക്കാർ ഈ ചക്കേൻ്റെ ചുള മാത്രമൊന്നുമല്ല യൂസ് ചെയ്യുക. ചക്കേൻ്റെ പുറത്തത്തെ ആ തൊലി കളഞ്ഞിട്ട് ബാക്കിയെല്ലാം മുറിച്ച് കൂട്ടാൻ വയ്ക്കും. പച്ചയ്ക്ക് തന്നെ കൂട്ടാൻ വയ്ക്കുക. പച്ച ചക്ക കൂട്ടാൻ വെച്ച് കഴിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ ചെയ്യണത്. അതേമാതിരി തന്നെ ഇവിടെ പഴുപ്പിച്ച് ചക്ക കഴിക്കലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആൾക്കാർ. ഒരിക്കൽ സാലഡ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ അത് കാരണത്താൽ തന്നെ നമുക്ക് കുറച്ച് ജലാംശമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല തവണ കക്കരിക്ക പർച്ചേസ് ചെയ്യലുണ്ട്. ഇത്തവണ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് കണ്ടപ്പോൾ ബീട്രൂട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാലഡുകൾക്കോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ഉപ്പേരി ഉണ്ടാക്കാനോ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാൻ പറ്റണത് വേണം. അങ്ങനെ ഇത് കണ്ടോ, ഇവിടെ ഈ മാർക്കറ്റിൽ എന്ന് വന്നാലും ഇവിടെ കൂന് കിട്ടും കേട്ടോ. വെജിറ്റേറിയൻകാർക്ക് കൂനും അതേമാതിരി പനീറൊക്കെ അല്ലേ അവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്.
ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതിൻ്റെ ഉള്ളിലുള്ളത് പച്ചക്കറിയും അതേമാതിരി ഫ്രൂട്ട്സും ആണ് ഉണ്ടാവുക. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മുടെ പരിപ്പ് അരി അങ്ങനെ കിട്ടുന്ന പലചരക്കിൻ്റെ ഒരു കടയുണ്ടായിരിക്കും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടം ചെയ്യണ ആൾ ചിലപ്പോൾ ഇരുന്ന് കച്ചവടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണേ നമ്മളും തന്നെ അവിടെ ഇരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ അവരുടെ അടുത്ത് തൂക്കം കൊടുത്തു കഴിഞ്ഞാൽ അവർ തൂക്കിയിട്ട് ഇത്ര ഉണ്ടെന്ന് പറയും. അതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടും കുറയ്ക്കും ചെയ്തിട്ട് നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. ഇവിടെ പിന്നെ എല്ലായിടത്തും നമുക്ക് ഗൂഗിൾ പേ ഓപ്ഷനുള്ള കാരണത്തിന് നമ്മളെ കയ്യിൽ റൊക്കം പൈസ ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ മാതിരി ഈ പ്ലാസ്റ്റിക് കവറിന് ഇവിടെ റെസ്ട്രിക്ഷനൊന്നും ഇല്ലാത്ത കാരണത്താൽ നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോഴും നമുക്ക് അതിൻ്റെ ഒപ്പമുള്ള പ്ലാസ്റ്റിക് കവർ കിട്ടും കേട്ടോ. ഞാൻ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ഞാനൊരു സഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു, അതേമാതിരി ബാഗും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉള്ളിയും കിഴങ്ങൊക്കെ വാങ്ങുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റി വാങ്ങണ കാരണത്താൽ തന്നെ നമുക്ക് അതും ഇതും ഒന്നിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പച്ചക്കറിയും കൂടി ആകെ കേട് വന്ന് പോകും. തക്കാളിയൊക്കെ നമുക്കറിയാമല്ലോ, തക്കാളീൻ്റെ മേലെ വെയിറ്റ് വന്നത് ആകെ കേടുവന്ന് പോകും, ആകെ അടിഞ്ഞു പോകും. അത് കാരണത്താൽ തന്നെ ഞാൻ പകുതി എൻ്റെ കയ്യിലുള്ള സഞ്ചിയിലും ബാക്കി എൻ്റെ കയ്യിലുള്ള ബാഗിലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിടുകയാണ് സാധനങ്ങൾ ചെയ്യാറ്. പിന്നെ ഇന്ന് ഞങ്ങൾ ഈ വന്നിട്ടുള്ള മാർക്കറ്റിൻ്റെ പേര് LDA മാർക്കറ്റ് എന്നാണ്. ഈ മാർക്കറ്റ് ഇവിടെ ലക്നൗവിൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു പച്ചക്കറി ഇല്ല, നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെല്ലുന്ന മാർക്കറ്റ് ഇവിടെ കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ഉണ്ടാവും. നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ പച്ചക്കറിയും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു റൗണ്ട് നടക്കുമ്പോഴത്തേനും എല്ലാം കിട്ടും. ഇവിടെ ഇപ്പോൾ കുറച്ച് റാഡിഷൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ വന്ന് തണുപ്പ് കാലത്ത് കൂടുതൽ റാഡിഷൊക്കെ ഉണ്ടാവാറ് കണ്ടില്ലേ. ഇത് ചെറിയ ചെറിയ റാഡിഷൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതേമാതിരി നമ്മളെ നാട്ടിലത്തെ മാതിരി കായൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളെ നാട്ടിലത്തെ മാതിരി ഇവിടെ നേന്ത്രപ്പഴം, അതേമാതിരി മൈസൂർ, ഞാലിപ്പൂവൻ അങ്ങനെ വെറൈറ്റി പഴങ്ങളൊന്നുമില്ല. ഇവിടെ ആകെ ഒറ്റ പഴം. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോബസ്റ്റിൻ്റെ ടേസ്റ്റാണ്. അതേമാതിരി വലിയ മധുരമൊന്നുമില്ല. ഒരു ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റണ മാതിരത്തെ ഒരു പഴം, ആ ഒരു വെറൈറ്റി പഴം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെ നാട്ടിലത്തെ മാതിരി പല വെറൈറ്റി പഴങ്ങളും സാധനങ്ങളൊന്നുമില്ല ഇവിടെ. അതേമാതിരി ഇവിടെ കച്ചവടം ചെയ്യാൻ വരുന്ന പല ആൾക്കാരും അവർ തന്നെ കൃഷി ചെയ്ത സാധനങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യണത്. കാരണം അവരോട് എന്താ റേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു റേറ്റ് എല്ലാം കൂടി പച്ചക്കറിക്ക്. കാരണം അവരുടെ പച്ചക്കറി നടത്തുന്ന പാടത്തിലൊക്കെ വെള്ളം കയറിയിട്ട് മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം കയറിയിട്ട് ആകെ വെള്ളം കെട്ടി നിൽക്കുക, ഇറങ്ങി പോകാത്ത കാരണത്താൽ സാധനങ്ങളൊക്കെ അങ്ങനെ ചീഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പച്ചക്കറിക്ക് ഇങ്ങനെ റേറ്റ് കൂടണവും കാര്യങ്ങളൊക്കെ എന്ന് അവർ തന്നെ പറയുകയുണ്ടായി. അവർ തന്നെ കൃഷി ചെയ്ത സാധനങ്ങൾ അവർ തന്നെ വിൽക്കുന്ന കാരണത്താൽ ഒരു രൂപയ്ക്ക് പോലും അതിൻ്റേതായ മൂല്യം അവർ കണക്കാക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലിപ്പോൾ ഒരു രൂപയ്ക്കാണ് ബാക്കിയുള്ളതെന്ന് എന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ വെച്ചോളിയെന്ന് നമ്മൾ കടക്കാരോട് പറയില്ലേ. അല്ലാന്നുണ്ടെങ്കിൽ കടക്കാരമ്മൽ പറഞ്ഞില്ലേ 1 രൂപയല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, വേണ്ട, ബാക്കി റൗണ്ടാക്കാന്നുള്ള രീതിയിൽ പറയില്ലേ. ഇവിടെ അങ്ങനെയൊന്നുമല്ല. 1 രൂപയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ മൂല്യമുണ്ട്. ചില്ലറ അടക്കം അവർ കയ്യിൽ കരുതി വെച്ചിട്ടുണ്ടാവും നമുക്ക് ബാക്കി തരാൻ വേണ്ടിയിട്ട്. ഈ അമ്മ തൂക്കണ ഈ ത്ലാസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറേ പണ്ട് യൂസ് ചെയ്തിരുന്ന ടൈപ്പ് ഒരു ത്ലാസാണ്. അതൊക്കെ നമ്മളിപ്പോഴും ഇവിടുത്തെ കർഷകർ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് കേട്ടോ തൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സാധനം വാങ്ങലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഭയങ്കര വിശപ്പായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിൽ കയറിയിട്ട് പൊറാട്ടയും മലായി ചാപ്പും കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിച്ചു. എന്നതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഇനി നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നമുക്ക് എടുത്തിട്ട് കറക്റ്റ് ഓരോന്നായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെന്ന് കാണിച്ച് തരാം കേട്ടോ. നമുക്ക് ഓരോ സാധനങ്ങളായിട്ടെടുത്ത് പുറത്തേക്ക് വയ്ക്കുക. ആദ്യം കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കവറ് നമ്മുടെ ചേമ്പാണ്. പിന്നെ കക്കരിക്ക എടുത്തിട്ടുണ്ട്, അതേമാതിരി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കത്രിക കൊണ്ടുവന്നിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. കാരണം അവർ നല്ല ടൈറ്റ് ചെയ്തിട്ടാണ് കെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഓരോന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. ഇതുമാതിരി ലക്നൗത്തെ ഓരോ വിശേഷങ്ങളായിട്ട് നമ്മൾ ഓരോ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പോയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പച്ചക്കറീൻ്റെ മാർക്കറ്റിലേക്ക്. അതേമാതിരി ഇവിടെ ഓരോ ഐറ്റത്തിനും ഓരോ മാർക്കറ്റുകളാണ് ഉള്ളത്. ഡ്രസ്സിൻ്റെ മാർക്കറ്റ് ഒരു സ്ഥലത്താണ്, അതേമാതിരി വേറെ സ്ഥലത്താണ് ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ, അതേമാതിരി മൊബൈൽ ആക്സസറീസ് കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്.
അതേമാതിരി ഓരോ സാധനങ്ങൾക്കും ഓരോ ഏരിയയാണ്. ഇപ്പോൾ മൺപാത്രങ്ങളുടെ ആണെന്ന് വെച്ചാൽ മൺപാത്രങ്ങളുടെ മാത്രം ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ ഓരോന്നും ഓരോ ഏരിയയിലാണുള്ളത്. നമ്മൾ ഓരോ സമയം പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ അങ്ങനെ പച്ചക്കറി എടുത്തേക്കുന്നത് കണ്ടപ്പോൾ തന്നെ മോള് വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മുറിക്കാനും ഇതാക്കാനൊക്കെ വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കണം കണ്ടിട്ട് വന്നതാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കക്കരി വാങ്ങിയിട്ടുണ്ട്, അതേമാതിരി ചേമ്പ് വാങ്ങിയിട്ടുണ്ട്, അതേമാതിരി തക്കാളി വാങ്ങിയിട്ടുണ്ട്, ക്യാപ്സിക്കം, അതേമാതിരി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പയറും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് വാങ്ങിയിട്ടുണ്ട്. മല്ലിച്ചപ്പ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കലുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലോണം കിട്ടണ കാരണത്താൽ നമുക്ക് മാക്സിമം നമ്മൾ ഉപയോഗിക്കലുണ്ട്. അതിൽ ഇത്തവണ ചേമ്പ് വാങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാർ ചേമ്പ് വെച്ചിട്ട് ഒരു മസാല ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കും. അത് ഭയങ്കര ടേസ്റ്റാണ് ഹസ്ബൻഡ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് അത് ചേമ്പ് വാങ്ങിയിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കി നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ബീട്രൂട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ടായിട്ട് നമ്മൾ സബർജിലാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം മോൾക്ക് സ്കൂളിലേക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ഒരു തവണ നമ്മൾ ഫ്രൂട്ട്സ് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് അപ്പം എന്താ ഉള്ളത് വെച്ചാൽ അത് വാങ്ങിക്കുകയാണ് നമ്മൾ ചെയ്യാറ് പതിവായിട്ട്. പിന്നെ മല്ലിച്ചപ്പ് ഞങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കേട് വരും. അപ്പോൾ അത് കാരണത്തിൽ തന്നെ നല്ല നീറ്റായിട്ട് ഒരു ബോക്സിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറേ ദിവസം നമുക്കത് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇനി ഒരിക്കലും ഞാനത് വീഡിയോ ഇടാണ്ട് എങ്ങനെയാണ് ഞാൻ മല്ലിച്ചപ്പ് ഫ്രിഡ്ജിൽ കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത തവണ മാർക്കറ്റിൽ പോയി വരുന്ന സമയത്ത് വീഡിയോ ഇടണ്ട് കേട്ടോ. ഇത്തവണ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള 2.5 കിലോ ഉള്ളിയും അതേമാതിരി 3 കിലോ കിഴങ്ങോ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. സാധാരണ ഞങ്ങൾ 5 കിലോ ഉള്ളിയും 5 കിലോ കിഴങ്ങുമാണ് വാങ്ങിക്കാറുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ബൈക്കിനാണ് പോകണം വരണം. അപ്പം അത് കാരണത്താൽ നമ്മൾ അടുത്ത തവണ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇത്തവണ വാങ്ങിച്ചിട്ടുള്ളത്. ഇത്തവണ നമുക്കങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും കിട്ടിയില്ല. ഇനി അടുത്ത തവണ മാർക്കറ്റിൽ പോണ സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ താമരേൻ്റെ തണ്ട്, അത് അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വാങ്ങിച്ചിട്ട് ഒരു വെറൈറ്റി കറി ഉണ്ടാക്കുന്നുണ്ടെന്ന് ഒരു പറയണ കേട്ടു. അപ്പോൾ അതൊന്ന് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഓരോ സാധനങ്ങളുടെയും കവർ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്ലാസ്റ്റിക് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേസ്റ്റിലായിട്ട് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് കളക്ട് ചെയ്യാൻ അവിടെ ആൾക്കാർ വരും. അന്നേരത്ത് പ്ലാസ്റ്റിക് കൊടുക്കുക. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഫ്രിഡ്ജ് കയറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഈ മേശം ഇടുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ മാതിരി കരുവേപ്പിൻ്റെ ഇല അല്ല, അതിങ്ങനെ മാർക്കറ്റിൽ വിൽക്കണമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളും വെള്ളിയും ദിവസങ്ങളിൽ മാത്രമേ മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. ആ മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയും ഫ്രൂട്ട്സ് കിട്ടും. അതേമാതിരി തന്നെ ഡ്രസ്സ് ഉണ്ടായിരിക്കും, ചെരുപ്പ് ഐറ്റംസ് ഉണ്ടായിരിക്കും. അതേമാതിരി ഈ വീട്ടിലേക്ക് വേണ്ടുള്ള മിനിമലായിട്ടുള്ള കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ അടുത്ത തവണ ഇടാം കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ പച്ചക്കറിയും സാധനങ്ങളും മാത്രമുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബായ്.